ഇഷ്യൂ ഓഫ് ഷെയർസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നത് ഫോർഫീച്ചർ ഓഫ് ഷെയർസ്. ഇറ്റ് മീൻസ് ക്യാൻസലേഷൻ ഓഫ് ഷെയർസ് ഡ്യൂ ടു നോൺ പേയ്മെൻറ്റ് ഓഫ് അലോട്ട്മെൻറ്റ് മണി ഓർ കോൾ മണി വിത്തിൻ എ സ്പെസിഫൈഡ് പീരിയഡ്. ഫോർഫീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെന്താണ്, ഒരു ഷെയർ ക്യാൻസൽ ചെയ്യുന്നതിനെ നമ്മൾ എന്ത് പറയുന്നത് ഫോർഫീച്ചർ ഓഫ് ഷെയർ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ക്യാൻസൽ ചെയ്യുന്നത്? അവർ അലോട്ട്മെൻറ്റ് മണി അതുപോലെ തന്നെ കോൾ മണി ഇതൊരു സ്പെസിഫൈഡ് ടൈമിൻ്റെ ഉള്ളിൽ വിളിച്ചിട്ട്, അതായത് ഈ എമൗണ്ട് വിളിച്ചിട്ട് തരാൻ പറഞ്ഞിട്ട് ഇവർ ഈ എമൗണ്ട് അടയ്ക്കാത്ത പക്ഷം ഇവരുടെ ഷെയർ ക്യാൻസൽ ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ എന്താ പറയുന്നത് ഫോർഫീച്ചർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. അപ്ലിക്കേഷൻ മണി എന്തായാലും നമുക്ക് എന്താണ്, ഒരു കമ്പനിക്ക് ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് അപ്ലിക്കേഷൻ കിട്ടും. കാരണം അപ്ലിക്കേഷൻ വഴി മാത്രമേ ഒരു കമ്പനിക്ക് ഒരു വ്യക്തിക്ക് ഷെയർ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അപ്ലിക്കേഷൻ മണി എന്തായാലും ഫസ്റ്റ് ടൈം കിട്ടും. ദെൻ എന്ത് ചെയ്യും, കുറച്ച് കഴിഞ്ഞാലായിരിക്കും നമ്മൾ അലോട്ട്മെൻറ്റ് മണി വിളിക്കും, അത് കഴിഞ്ഞ് കോൾ മണി വിളിക്കും. ഇങ്ങനെ വിളിക്കുന്ന സമയത്ത് വെറുതെ എമൗണ്ട് അടയ്ക്കാത്തൊരു കേസ് വരും. അപ്പോൾ ഈ അടയ്ക്കാത്തൊരു കേസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഇവർക്ക് ടൈം കൊടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ അവർ അടച്ചിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇവരെ ഷെയർ ക്യാൻസൽ ചെയ്യും. ഈ ക്യാൻസൽ ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ഫോർഫീച്ചർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് എ കമ്പനി ക്യാൻ ഫോർഫീറ്റ് ദി ഷെയർസ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് ഓതറൈസ്ഡ് ബൈ ഇറ്റ്സ് ആർട്ടിക്കിൾ എന്ന് പറയുന്നുണ്ട്. എന്താണ്, കമ്പനിക്ക് ഇത് ഒരു ഷെയർ ഫോർഫീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അവരെ ആർട്ടിക്കിൾസിൽ പ്രത്യേകം എന്താണ് മെൻഷൻ ചെയ്തിട്ടിരിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് ദി എമൗണ്ട് പെയ്ഡ് ബൈ ദി ഷെയർ ഹോൾഡർ ഈസ് ഫോർഫിറ്റഡ് ബൈ ദി കമ്പനി. എന്താണ്, എത്ര എമൗണ്ട് ആണോ അയാൾ അടച്ചിട്ടുള്ളത് അത് ആയിരിക്കും എന്ത് ചെയ്യുന്നത് കമ്പനി ഫോർഫീറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ സപ്പോസ് ചിലപ്പോൾ ഒരു വ്യക്തി അപ്ലിക്കേഷൻ എന്തായാലും തന്നിട്ടുണ്ടായിരിക്കും, അലോട്ട്മെൻറ്റ് തന്നിട്ടുണ്ടായിരിക്കും, കോൾ മണിയാണ് അടയ്ക്കാത്തതെങ്കിൽ അപ്പോൾ ഈ അപ്ലിക്കേഷൻ്റെ കൂടെയും അതുപോലെ തന്നെ അലോട്ട്മെൻറ്റിൻ്റെ കൂടെയും തന്നിട്ടുള്ള എമൗണ്ട് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് അത് ഫോർഫീറ്റ് ചെയ്യുന്നത്. നോട്ട് റീഫണ്ട് ടു ഹിം. ആ എമൗണ്ട് ഒരിക്കലും എന്ത് ചെയ്യില്ല, ആ ഒരു ഷെയർ ഹോൾഡർക്ക് തിരിച്ചു കൊടുക്കില്ല. എന്നിട്ട് ഷെയർ ക്യാൻസൽ ചെയ്യും. ഈ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യും, കമ്പനിക്ക് എടുക്കുകയാണ് ചെയ്യുക. പിന്നെ എന്തൊക്കെയാണ് ഒരു ഷെയർ ഫോർഫീറ്റ് ചെയ്യുന്നതിൻ്റെ പ്രൊസീജിയർ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് പറയുന്നത് മെമ്മോറാണ്ടം ടു ഈച്ച് ഡിഫാൾട്ടർ എന്ന് പറയുന്നുണ്ട്. കമ്പനി എന്ത് ചെയ്യും, ആ ഒരു ഷെയർ ഹോൾഡർക്ക് ഒരു മെമ്മോ അയക്കും. അതായത് നിങ്ങളുടെ അടയ്ക്കാത്ത ഷെയർ അടയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് ഒരു ഡേറ്റും കൊടുത്തിട്ട് ഒരു മെമ്മോ അയക്കുന്നതിനാണ് എന്ത് ചെയ്യുന്നത് മെമ്മോറാണ്ടം ടു ഈച്ച് ഡിഫാൾട്ടർ എന്ന് പറയുന്നത്. ഇതിന് രണ്ടാമത്തതാണ് ലിസ്റ്റ് ഓഫ് ഡിഫോൾട്ടേഴ്സ് എന്ന് പറയുന്നുണ്ട്. കമ്പനിയുടെ സെക്രട്ടറി എന്ത് ചെയ്യും, ആരൊക്കെയാണ് ഡിഫോൾട്ടേഴ്സ് അവരുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കും. കാരണം അവർക്ക് മെമ്മോ അയച്ചിട്ടും വീണ്ടും അവരടയ്ക്കാത്ത വ്യക്തികളുണ്ടെങ്കിൽ ആ വ്യക്തികളെ ലിസ്റ്റ് തയ്യാറാക്കുന്ന കേസാണ് എന്ത് പറയുന്നത് രണ്ടാമത്തെ കേസ്. ദെൻ മൂന്നാമത്താണ് പറയുന്നത് നോട്ടീസ് ടു ദി ഡിഫോൾട്ടേഴ്സ്. എന്താണ്, എ നോട്ടീസ് ഈസ് സെൻഡ് ടു ഡിഫോൾട്ടേഴ്സ് ബൈ ദി കമ്പനീസ് ഡയറക്ടേഴ്സ് ത്രൂ രജിസ്ട്രേഡ് പോസ്റ്റ് ആൻഡ് പ്രൊവൈഡഡ് ലാസ്റ്റ് ഓപ്പർച്യൂണിറ്റി ടു പേ ദി ഡ്യൂസ് വിത്തിൻ 14 days ഓഫ് റെസീപ്റ്റ് ഓഫ് ദിസ് നോട്ടീസ് എന്ന് പറയുന്നത്. എന്താണ്, കമ്പനി എന്ത് ചെയ്യും, ലാസ്റ്റായിട്ട് അവർക്ക് എന്ത് ചെയ്യും ഒരു നോട്ടീസ് അയക്കും. എന്താണ്, ഇത്രയും പെട്ടെന്ന് നിങ്ങളെ ഏത് ഡ്യൂ ആയി കിടക്കുന്ന എമൗണ്ട് കമ്പനിക്ക് അടയ്ക്കണം എന്ന് പറഞ്ഞിട്ടൊരു നോട്ടീസ് കൊടുക്കും. ആ നോട്ടീസ് പറയുന്നുണ്ടാകും, ഈ നോട്ടീസ് എപ്പോഴാണോ നിങ്ങൾ റിസീവ് ചെയ്തിട്ട് 14 ദിവസത്തിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും തീർച്ചയായിട്ടും എമൗണ്ട് അടച്ചിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടൊരു നോട്ടീസ് അയക്കും. നെക്സ്റ്റ് വരുന്നത് റെസൊല്യൂഷൻ ഓഫ് ഫോർഫീച്ചർ എന്ന് പറയുന്നത്. എന്ത് ചെയ്യും, കമ്പനി എന്ത് ചെയ്യും, ഈ അടയ്ക്കാത്ത വ്യക്തികൾ ഇത്രയും ആളുകൾ ലിസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയിട്ട് ഒരു മീറ്റിംഗ് വെക്കും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ. എന്നിട്ട് പറയും ഇത്രയും വ്യക്തികൾ നമുക്ക് നമ്മളെ കമ്പനിയുടെ ഷെയർ അവർക്ക് കൊടുത്തിട്ട് അവർ എമൗണ്ട് തന്നിട്ടില്ല, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഇത്രയും ആളുകളുടെ ഷെയർ നമ്മൾ ഫോർഫീറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞുകൊണ്ട് കമ്പനി മീറ്റിങ്ങിലെ റെസൊല്യൂഷൻ പാസ്സാക്കും. ഇതാണ് എന്ത് പറയുന്നത് റെസൊല്യൂഷൻ ഓഫ് ഫോർഫീച്ചർ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഇൻഫോർമേഷൻ ഓഫ് ഫോർഫീച്ചർ. ഇൻഫോർമേഷൻ ഓഫ് ഫോർഫീച്ചർ ഓഫ് ഷെയർസ് ഈസ് സെൻഡ് ടു റിലേറ്റഡ് ഷെയർ ഹോൾഡേഴ്സ്. എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇവരെ ഷെയർ ഫോർഫീറ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഓരോ ഷെയർ ഹോൾഡേഴ്സിന് എന്ത് ചെയ്യും ഒരു നോട്ടീസ് അയക്കും. ഇതാണ് പറയുന്നത് ഇൻഫോർമേഷൻ ഓഫ് ഫോർഫീച്ചർ എന്ന് പറയുന്നത്.
പിന്നെ കൂടാതെ അവരോട് പറയും ദേ ആസ്ക്ഡ് ടു ബൈ ദി കമ്പനി ടു റിട്ടേൺ ദി ഷെയർ സർട്ടിഫിക്കറ്റ്. കാരണം ഇവർക്ക് നമ്മൾ ഷെയർ കൊടുക്കുന്ന സമയത്ത് അവർക്കൊരു ഷെയർ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്ന സമയത്ത് അവരോട് പറയുന്നതാണ് ആ ഷെയർ സർട്ടിഫിക്കറ്റ് കമ്പനിക്ക് തിരിച്ചു കൊണ്ട് കൊടുക്കണം എന്നുള്ളൊരു ഇൻഫർമേഷനും കൂടി ഈ ഒരു നോട്ടീസിലൂടെ അവർക്ക് പറഞ്ഞു കൊടുക്കും. ഇത് നെക്സ്റ്റ് വരുന്നത് റിമൂവൽ ഓഫ് നെയിംസ്. അവർ എന്ത് ചെയ്യുന്നത്, നമ്മളെ എന്താ പറയുക, ഷെയർ ഹോൾഡേഴ്സ് രജിസ്റ്ററിൽ നിന്ന് എന്ത് ചെയ്യാണ്, ഓരോ ഷെയർ ഹോൾഡേഴ്സും ആരാണോ ഡിഫാൾട്ട് അല്ലെങ്കിൽ ആരാണോ ഫോർഫീറ്റ് ചെയ്തിട്ടുള്ളത് ആ ഫോർഫീറ്റ് ചെയ്തിട്ടുള്ള വ്യക്തിയുടെ നെയിം എന്ത് ചെയ്യും, നമ്മുടെ ഷെയർ രജിസ്റ്ററിൽ നിന്ന് എന്ത് ചെയ്യുക, റിമൂവ് ചെയ്യുക. അതാണ് ഈ ഒരു സ്റ്റെപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ലാസ്റ്റ് വരുന്നതാണ് ട്രാൻസ്ഫർ ഓഫ് ഫോർഫീച്ചർ എമൗണ്ട് എന്ന് പറയുന്നുണ്ട്. നമ്മൾ ഈ ഫോർഫീറ്റ് ചെയ്ത എമൗണ്ട്, അതായത് എത്ര എമൗണ്ടാണോ ആ വ്യക്തി അടച്ചിട്ടുള്ളത് ആ എമൗണ്ട് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോർഫീറ്റ് ചെയ്യുന്നത്. ഈ ഒരു ഫോർഫീറ്റ് ചെയ്യുന്ന എമൗണ്ട് നമ്മൾ എങ്ങോട്ട് മാറ്റും, ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിലേക്ക് നമ്മൾ മാറ്റും. ഇത് നെക്സ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു എമൗണ്ട് ഒരിക്കലും കമ്പനി എന്ത് ചെയ്യില്ല, അവരെ പർപ്പസിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യില്ല. ഏതുവരെ, ഈ ഫോർഫീറ്റ് ചെയ്തിട്ടുള്ള ഷെയർസ് റീഇഷ്യൂ ചെയ്യുന്നത് വരെ എന്ത് ചെയ്യില്ല, കമ്പനി ഒരിക്കലും ആ ഒരു എമൗണ്ട് അവർ യൂസ് ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, ഈ ഒരു എമൗണ്ട് നമ്മൾ ഒരു ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അവിടെ കാണിച്ചുകൊണ്ടിരിക്കും, എവിടെ ഇത് റീഇഷ്യൂ ചെയ്യുന്നത് വരെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. ഇതിനുശേഷം നമുക്ക് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഒന്ന് നോക്കാം. ഫോർഫീച്ചർ ഓഫ് ഷെയർസ് ഇഷ്യൂഡ് അറ്റ് പാർ. നമ്മൾ 3 ടൈപ്പിൽ പറഞ്ഞിരുന്നു, ഇഷ്യൂഡ് അറ്റ് പാർ, ഇഷ്യൂഡ് അറ്റ് പ്രീമിയം, ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്. അപ്പോൾ ഒരു പാറിന് ഇഷ്യൂ ചെയ്തിട്ടുള്ള ഒരു ഷെയറാണ് ഫോർഫീറ്റ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഒരു ട്രീറ്റ്മെൻ്റ് ആണ് നമ്മൾ നോക്കുന്നത്. ഫോർഫീച്ചറിൻ്റെ ട്രീറ്റ്മെൻ്റ് ആണ് നമ്മൾ നോക്കുന്നത്. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ, ടു ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട്, ടു ഷെയർ കോൾ അക്കൗണ്ട്, ടു ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ട്. ഷെയർ ക്യാപിറ്റലിൻ്റെ അവിടെ എഴുതുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ എത്രയാണോ നമ്മൾ വിളിച്ചിട്ടുള്ളത് അത്രയും എമൗണ്ട് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ എഴുതുന്നത്. ഇപ്പോൾ സപ്പോസ് ഒരു എക്സാമ്പിൾ ചെയ്യുകയാണെങ്കിൽ അപ്ലിക്കേഷൻ 2 രൂപ, അലോട്ട്മെൻറ്റ് 3 രൂപ, ഫസ്റ്റ് കോള് 2 രൂപ, ഫൈനൽ കോള് 3 രൂപ. ഇങ്ങനെയാണെങ്കിൽ കമ്പനി അപ്ലിക്കേഷൻ എമൗണ്ട് എന്തായാലും കിട്ടും. അലോട്ട്മെൻറ്റ് വിളിച്ചു, അതുപോലെ തന്നെ കോളും വിളിച്ചു എന്ന് വിചാരിക്കാം. ഇങ്ങനെ വിളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് വിളിച്ചിട്ടില്ല, അപ്പോൾ ഇത്രയും എമൗണ്ട് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഇത്രയും എമൗണ്ടിൻ്റെ ഷെയർ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഇവിടെ നമ്മൾ കോൾഡ് അപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതേ ഇൻറ്റു എത്ര രൂപയാണോ, എത്ര ഷെയർ ആണോ ആ എമൗണ്ട് എഴുതിയിട്ടായിരിക്കും നമ്മളിവിടെ എഴുതുക. ദെൻ അൺപെയ്ഡ് എമൗണ്ട് ഓൺ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഷെയർ അലോട്ട്മെൻറ്റ്. ഇപ്പോൾ ഒരു വ്യക്തി എന്താ ഈ 3 രൂപ അടച്ചിട്ടില്ലെങ്കിൽ 3 ഇൻറ്റു 10,000 ഷെയറാണ് അദ്ദേഹം ഇഷ്യൂ ചെയ്തില്ലെങ്കിൽ 3 ഇൻറ്റു 10,000 എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ എഴുതും. ദെൻ അൺപെയ്ഡ് എമൗണ്ട് ഓൺ കോളുടെ എമൗണ്ട് 2 രൂപയാണെങ്കിൽ എന്ത് ചെയ്യും, 2 ഇൻറ്റു 1000 ഷെയറാണ് ഇഷ്യൂ ചെയ്തെങ്കിൽ എന്താണ് 2,000 എന്നുള്ള എമൗണ്ട് നമ്മൾ ഇവിടെ എഴുതും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇത് എമൗണ്ട് പെയ്ഡ് ആയിരിക്കും. ഷെയർ ഫോർഫീറ്റ് ചെയ്യുന്ന എമൗണ്ട് പെയ്ഡ്. ഇപ്പോൾ അയാൾ അപ്ലിക്കേഷൻ മണി മാത്രം അടച്ചിട്ടില്ലെങ്കിൽ ഈ എമൗണ്ട് ആയിരിക്കും എന്ത് ചെയ്യും, നമ്മൾ ഫോർഫീറ്റ് ചെയ്യും. ഇപ്പോൾ 2 ഇൻറ്റു 1000 ആണെങ്കിൽ 1000 ഷെയർസ് ആണെങ്കിൽ 2 ഇൻറ്റു 1000 എഴുതിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും 2,000. അപ്പോൾ ആ 2,000 ആയിരിക്കും ഇവിടെ എമൗണ്ട് പെയ്ഡ്. അപ്പോൾ ഈ ഒരു എമൗണ്ട് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ഷെയർ ഫോർഫീറ്റ് ചെയ്യുന്നത്. ഈ കിട്ടുന്ന എമൗണ്ട് ആയിരിക്കും നമ്മളിവിടെ പറഞ്ഞിട്ടുള്ള എന്താണ്, ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ വരുന്നത്. നമുക്കൊരു ചെറിയ എക്സാമ്പിൾ നോക്കാം. AB ലിമിറ്റഡ് ഇഷ്യൂഡ് 5,000 ഷെയർസ് ഓഫ് ₹10 ഈച്ച് അറ്റ് പാർ പേബിൾ ആസ് ഓൺ application ₹3 per share, on allotment ₹2 per share, on first call ₹3 per share, on second and final call ₹2 per share. Mr. Raju was allotted 50 shares. Give necessary journal entries relating to the forfeiture of shares in the following alternative cases. താഴെ 3 കേസ് കൊടുത്തിട്ടുണ്ട്. ഈ 3 കേസിലും നമുക്ക് ചെയ്യാണ്ട് ഓരോന്നായിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് ക്വസ്റ്റനിൽ തന്നിട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തെഴുതാം. അപ്പോൾ ഇതാണ് നമ്മൾ ക്വസ്റ്റനിൽ തന്നിട്ടുള്ളത്. 5,000 ഷെയർസാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു. അപ്ലിക്കേഷൻ ₹3 ₹10 ആണ് ഫേസ് വാല്യൂ. അപ്ലിക്കേഷൻ്റെ കൂടെ 3 രൂപ, അലോട്ട്മെൻറ്റിൻ്റെ കൂടെ 2 രൂപ, ഫസ്റ്റ് കോളിൻ്റെ കൂടെ 3 രൂപ, ഫൈനൽ കോളിൻ്റെ കൂടെ 2 രൂപ. ഇങ്ങനെയാണ് അവരുടെ അടുത്ത് നിന്ന് എന്താണ് നമ്മൾ ഈ ഒരു 3 എമൗണ്ട് അവരിൽ നിന്ന് വാങ്ങിക്കുന്നത്. ഇതൊരു ചെറിയൊരു കേസാണ് പറഞ്ഞിട്ടുള്ളത്. രാജുവിന് എത്രയാണ് 50 ഷെയർസ് അലോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ അതിൽ 3 കേസാണ് നമ്മുടെ ക്വസ്റ്റിൽ പറഞ്ഞു, 3 കേസാണുള്ളത്. അപ്പോൾ ഫസ്റ്റ് കേസ് നോക്കാം. ഇഫ് രാജു ഫെയിൽ ടു പേ അലോട്ട്മെൻറ്റ് മണി ആൻഡ് ഹിസ് ഷെയർസ് വേർ ഫോർഫീറ്റഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ രാജു എന്ത് ചെയ്യാണ്, അലോട്ട്മെൻറ്റ് മണി എന്ത് ചെയ്യാണ്, അടയ്ക്കാൻ ഫെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഫോർഫീച്ചർ ഷെയർ വരുന്നതെന്ന് നമുക്ക് നോക്കാം. എൻട്രി ഷെയർ capital account debtor to ഷെയർ അലോട്ട്മെൻറ്റ്, കാരണം അദ്ദേഹം അലോട്ട്മെൻറ്റ് മണിയാണ് അടയ്ക്കാനുള്ളത്. ടു ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട്, ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട്. അപ്പോൾ 50,000 ഷെയർസാണ് 50 ഷെയർസാണ് വ്യക്തിക്ക് അലോട്ട് ചെയ്തിട്ടുള്ളത്. അപ്ലിക്കേഷൻ്റെ എത്ര വരെ വിളിച്ചിട്ടുള്ളൂ, നമുക്ക് അലോട്ട്മെൻറ്റ് മണി വരെ വിളിച്ചിട്ടുള്ളൂ. അപ്പോൾ കോൾഡപ്പ് എന്ന് പറഞ്ഞാൽ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞ സമയത്ത് 3ഉം 2ഉം 5, അപ്പോൾ 5 വരെ വിളിച്ചിട്ടുള്ളൂ. അപ്പോൾ അതാണ് ഇവിടെ എന്ത് 5 × 50 250. ദെൻ അലോട്ട്മെൻറ്റ് മണിയുടെ എമൗണ്ടാണ് എഴുതേണ്ടത്. എത്രയാണ്, 2 രൂപ. അപ്പോൾ 2 × 50 100. ഫോർഫീ ചെയ്യാറുള്ള അടച്ച എമൗണ്ട് ആയിരിക്കും, അതായത് അപ്ലിക്കേഷൻ എമൗണ്ട് മാത്രമേ അദ്ദേഹം അടച്ചിട്ടുള്ളൂ. അപ്പോൾ അടച്ച എമൗണ്ട് ആയിരിക്കും ഫോർഫീ ചെയ്യുക. 50 × അപ്ലിക്കേഷൻ്റെ 3 150. ഓക്കെ, അത്രയും എന്താണ് ഫസ്റ്റ് കേസ് വരുന്നുള്ളൂ. ഇത് രണ്ടാമത്തെ കേസ് നോക്കാം. എന്താണ്, രാജു ഫെയിൽ ടു പേ അലോട്ട്മെൻറ്റ് മണി ആൻഡ് ഓൺ ഹിസ് സബ്സീക്വൻറ്റ് ഫെയിൽ ടു പേ ദി ഫസ്റ്റ് കോൾ ഹിസ് ഷെയർ വേഴ്സ് ഫോർഫീച്ചർഡ്. അതാണ് പറഞ്ഞിട്ടുള്ളത്. സെയിം എൻട്രി തന്നെയാണ്. എന്താണ്, ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബ്റ്റർ ടു, രണ്ടും വരും. എന്തായിരിക്കാം, ഷെയർ അലോട്ട്മെൻറ്റ്, കൂടാതെ അദ്ദേഹം എന്തുകൂടി ഫെയിൽ ആയിട്ടുണ്ട്, ഫസ്റ്റ് കോളുണ്ട്. ടു ഷെയർ ഫസ്റ്റ് കോൾ, ദെൻ ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട്. ഏതുവരെ വിളിച്ചിട്ടുണ്ട്, ഷെയർ കോള് വരെ വിളിച്ചിട്ടുണ്ട്, ഫസ്റ്റ് കോൾ വരെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ 3 ആകുമ്പോൾ 8 ആയിരിക്കും. അപ്പോൾ 8 × 50 ആയിരിക്കും വരിക. 8 × 50 400 കിട്ടും. ഇവിടെ നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ തന്നെ 100 കിട്ടും. ഷെയർ ഫസ്റ്റ് കോളിൻ്റെ എമൗണ്ട് 3 × 50 എന്ന് പറയുമ്പോൾ 150 കിട്ടും. ഷെയർ ഫോർഫീറ്റ് ചെയ്യുന്നത് എന്തായിരിക്കും, അപ്ലിക്കേഷൻ എമൗണ്ട് മാത്രമേ ഉണ്ടായിരിക്കും. കാരണം എന്താണ്, അദ്ദേഹം ഈ ആപ്ലിക്കേഷൻ മണി മാത്രം അടച്ചിട്ടുള്ളൂ, ബാക്കിയുള്ള എമൗണ്ട് അടച്ചിട്ടില്ല. അപ്പോൾ എന്തായിരിക്കും, അത് എഗെയിൻ 150 തന്നെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഇതിൽ ചെയ്യാനുള്ളത്. ദെൻ മൂന്നാമത്തെ കേസ് വരുന്നത്, മിസ്റ്റർ രാജു ഫെയിൽ ടു പേ ദി ഫസ്റ്റ് കോൾ ആൻഡ് ഓൺ ഈ സബ്സീക്വൻറ്റ് ഫെയിൽ ടു പേ ദി ഫൈനൽ കോൾ ഹിസ് ഷെയർ വേർ ഫോർഫീച്ചർഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതൊന്ന് എഴുതി നോക്കാം. അതുപോലെ തന്നെ വലിയ വ്യത്യാസമൊക്കെ ചെറിയൊരു മാറ്റം വരുന്നുള്ളൂ. നമ്മൾ എൻട്രി ചെയ്തിട്ടുണ്ട് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബ്റ്റർ ടു ഷെയർ ഫസ്റ്റ് കോൾ. അത് ഫസ്റ്റ് കോൾ മുതലാണ് അദ്ദേഹം അടയ്ക്കാനുള്ളത്, അതുകൊണ്ട് ഷെയർ ഫസ്റ്റ് കോൾ വന്നത്. ദെൻ ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട്, അതും അദ്ദേഹം അടച്ചിട്ടില്ല, ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട്. അപ്പോൾ എത്ര വരെ വിളിച്ചിട്ടുണ്ട്, ലാസ്റ്റ് വരെ എന്ത് ചെയ്തിട്ടുണ്ട്, കമ്പനി വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 10 എഴുതണം, 10 രൂപ വരെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ 50 × 10 എന്ന് പറഞ്ഞ സമയത്ത് 500. ദെൻ ഷെയർ ഫസ്റ്റ് കോളിൻ്റെ എമൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര വരുന്നത്, 50 × 3. 50 × 3 എന്ന് പറയുമ്പോൾ 150. ഷെയർ ഫൈനൽ കോൾ എന്ന് പറഞ്ഞാൽ 50 × 2 ആയിരിക്കും 100.
എത്രയാണ് ഫോർഫിറ്റ് ചെയ്തിട്ടുള്ളത് ബാക്കി വരുന്നത്, അതായത് അദ്ദേഹം എമൗണ്ട് തന്നിട്ടുള്ളത് അപ്ലിക്കേഷൻ എമൗണ്ട് തന്നിട്ടുണ്ടായിരിക്കാം, ഷെയർ അലോട്ട്മെൻറ്റിന് എമൗണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടി കിട്ടിയാൽ 5 കിട്ടും. 50 × 5 250. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു തേർഡ് കേസിൽ വരുന്നത്. അപ്പോൾ വളരെ എളുപ്പമാണ്, ഒന്ന് ചെയ്ത് നോക്കുക, മനസ്സിലായെന്ന് വിചാരിക്കും. നമ്മൾ ഫോർഫീച്ചറിൻ്റെ രണ്ടാമത്തെ കേസാണ് പറയുന്നത്. നേരത്തെ നമ്മൾ പാറിന് ഇഷ്യൂ ചെയ്തിട്ട് അത് ഫോർഫീച്ചർ ചെയ്യുന്ന എൻട്രിയാണ് നമ്മൾ നോക്കിയിരുന്നത്. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞത് ഫോർഫീച്ചർ ഓഫ് ഷെയർസ് വിച്ച് വെർ ഇഷ്യൂഡ് അറ്റ് പ്രീമിയത്തിന് ഇഷ്യൂ ചെയ്ത ഒരു ഷെയർ അത് ഫോർഫീച്ചർ ചെയ്യും എന്നുള്ള കേസാണ് വരുന്നത്. നോക്കാം. ഫോർഫീച്ചർ ഓഫ് ഷെയർസ് വെൻ അലോട്ട്മെൻറ്റ് മണി ഇൻക്ലൂഡിങ് പ്രീമിയം ആൻഡ് കോൾ മണി ആർ നോട്ട് പെയ്ഡ്. എന്താണ്, ഒരു ഷെയർ ഹോൾഡർ എന്ത് ചെയ്യാണ്, അലോട്ട്മെൻറ്റ് മണി അടച്ചിട്ടില്ല, അതുപോലെ തന്നെ കോൾ മണി അടച്ചിട്ടില്ല. അല്ലെന്തുണ്ട്, അലോട്ട്മെൻറ്റിൻ്റെ കൂടെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, കമ്പനി പ്രീമിയം വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇൻക്ലൂഡിങ് പ്രീമിയം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ എൻട്രി ഒന്ന് നോക്കാം. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ എമൗണ്ട് കോൾഡ് അപ്പ് സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട്. എത്രയാണോ പ്രീമിയം നമ്മൾക്ക് കിട്ടാനുള്ളത്, കാരണം എന്താണ്, അലോട്ട്മെൻറ്റിൻ്റെ മണി കൂടെ ആയിരിക്കും എന്ത് ചെയ്യുന്നത് നമുക്ക് പ്രീമിയം കിട്ടുന്നത്. അപ്പോൾ ആ എമൗണ്ട് കിട്ടിയിട്ടുണ്ടാവില്ല, അതുകൊണ്ടാണ് ഇവിടെ എഴുതുന്നത് സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട് ഡെപ്റ്റർ പ്രീമിയം അൺപെയ്ഡ്, അതായത് പ്രീമിയം കിട്ടാനുള്ളത്. ദെൻ ടു ഷെയർ അലോട്ട്മെൻറ്റ് ടു ഷെയർ കോൾ അക്കൗണ്ട് ടു ഷെയർ ഫോർഫീച്ചർ. ഒക്കെ പഴയ നമ്മൾ ചെയ്ത പോലെ തന്നെ മാറ്റം കാര്യങ്ങളൊന്നുമില്ല. ഇതിൽ അലോട്ട്മെൻറ്റ് മണി പ്ലസ് പ്രീമിയം, ആ ഒരു വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. അലോട്ട്മെൻറ്റ് മണി പ്ലസ് പ്രീമിയം ഇത് കിട്ടാനുള്ളത്. അലോട്ട്മെൻറ്റ് മണി അടച്ചിട്ടുണ്ടാവില്ല, പ്രീമിയം അടച്ചിട്ടുണ്ടാവില്ല, രണ്ട് ഇൻക്ലൂഡ് ചെയ്ത സാധനമാണ് ഇവിടെ വരുന്നത്. ദെൻ കോൾ മണി അൺപെയ്ഡ്, ദി എമൗണ്ട് പെയ്ഡ്, ഫോർഫീച്ചർ ചെയ്യുന്നത് എമൗണ്ട് പെയ്ഡ് ചെയ്ത്. ഇത്രയും കേസാണ് എന്താകുന്നത് ഒരു ഫോർഫീച്ചറിൻ്റെ കേസിൽ വരുന്നത്. ഏത് കേസാണ് വരുന്നത്, അലോട്ട്മെൻറ്റ് മണി, അതായത് പ്രീമിയം അടയ്ക്കാത്ത കേസിൽ, അതായത് പ്രീമിയം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഫോർഫീച്ചർ ചെയ്യുന്ന കേസ്. അതുപോലെ തന്നെ രണ്ടാമത്തെ കേസ് വരുന്നുണ്ട്, ഫോർഫീച്ചർ ഓഫ് ഷെയർസ് വെൻ കോൾ മണി ഈസ് നോട്ട് പെയ്ഡ് പ്രീമിയം റിസീവ്ഡ് അലോങ് വിത്ത് അലോട്ട്മെൻറ്റ് മണി. അപ്പോൾ ഇവിടെ എന്താണ്, പ്രീമിയം ഓൾറെഡി, അതായത് അദ്ദേഹം അൺപെയ്ഡ് അല്ലെങ്കിൽ മുടക്കുന്നത് കോൾ മണിയാണ്. അപ്പോൾ അലോട്ട്മെൻറ്റ് മണി അടച്ചിട്ടുണ്ട്, അലോട്ട്മെൻറ്റ് മണിയുടെ കൂടെ ആയിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടാകുക, അദ്ദേഹം പ്രീമിയം അടച്ചിട്ടുണ്ടാകുക. അപ്പോൾ അങ്ങനത്തെ ഒരു കേസാണെങ്കിൽ എൻട്രിയിൽ ചെറിയൊരു മാറ്റം വരുന്ന സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട് നമ്മുടെ വരുന്നത് ഇല്ലാതെയും മാത്രമേ വരുന്നു. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എമൗണ്ട് കോൾഡ് അപ്പ് ടു ഷെയർ കോൾ അക്കൗണ്ട് ടു ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് കോൾ മണി അൺപെയ്ഡ് എമൗണ്ട് പെയ്ഡ് എക്സ്ക്ലൂഡിങ് പ്രീമിയം എന്ന് പറയുന്നുണ്ട്. അതായത് നമുക്ക് പ്രീമിയത്തിൻ്റെ എമൗണ്ട് എന്താ അലോട്ട്മെൻറ്റിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ടാവും, ആ എമൗണ്ട് എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ഫോർഫീറ്റ് ചെയ്യുന്നതിൽ എഴുതാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു ചെറിയൊരു മാറ്റം മാത്രമേ ഇതിൽ വരുന്നുള്ളൂ, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ, ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് ചെറിയൊരു എക്സാമ്പിൾ നോക്കാം. AB Limited issued 5,000 shares of 10 each at a premium of ₹2 payable as 3 on application, 4 on allotment including premium, 3 on first call and 2 on second and final call. Mr. Raju was allotted 50 shares. Give the necessary journal entries relating to forfeiture in each of the following alternative cases. അപ്പോൾ താഴെ പറയുന്ന 3 കേസിൽ എന്താണ് നമുക്ക് ഈ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം, ഓരോ കേസായിട്ട് ചെയ്യാം. ആദ്യം നമുക്ക് ക്വസ്റ്റിൽ തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തെഴുതാം. അപ്പോൾ തന്നിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നിർത്തിയത് 5,000 ഷെയർസാണ് ഇഷ്യൂ ചെയ്തത്, 10 ഈച്ചാണ്, 3 ഓൺ അപ്ലിക്കേഷൻ, 4 ഓൺ അലോട്ട്മെൻറ്റ്. ഈ അലോട്ട്മെൻറ്റ് ₹2 പ്രീമിയം ഉണ്ട്, 3 ഓൺ ഫസ്റ്റ് കോള്, 2 ഓൺ ഫൈനൽ കോള്. രാജു എന്ന വ്യക്തി എന്താണ് 50 ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഇത്രയും ഇൻഫോർമേഷനാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതിൽ 3 കേസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഫ് മിസ്റ്റർ രാജു ഫെയിൽ ടു പേ അലോട്ട്മെൻറ്റ് മണി ആൻഡ് ഹിസ് ഷെയർസ് വേർ ഫോർഫീറ്റഡ്, അതാണ് ഫസ്റ്റ് കേസ് വരുന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ജേണൽ എൻട്രി എഴുതി കഴിഞ്ഞു. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എഴുതി, സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട്, ഷെയർ അലോട്ട്മെൻറ്റ്, ഷെയർ ഫോർഫീച്ചർഡ് അക്കൗണ്ട്. സെക്യൂരിറ്റി പ്രീമിയം എമൗണ്ട് നമുക്ക് കിട്ടാത്തത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ സെക്യൂരിറ്റി പ്രീമിയം റിസർവ് എന്നുള്ള അക്കൗണ്ട് വരുന്നത്. നോക്കാം എത്ര വരെ വിളിച്ചിട്ടുണ്ട്, അതായിരിക്കും ഇവിടെ വരിക. ഏത് വരെ വിളിച്ചിട്ടുണ്ട്, അലോട്ട്മെൻറ്റ് വരെ വിളിച്ചിട്ടുണ്ട്. അലോട്ട്മെൻറ്റ് വരെ എന്ന് പറയുമ്പോൾ നമ്മൾ ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. അലോട്ട്മെൻറ്റ് വരെ എന്ന് പറഞ്ഞാൽ 3, 4, 7, അത് ₹2 പ്രീമിയമാണ്.
അപ്പോൾ 5 രൂപയായിരിക്കും ഷെയർ ക്യാപിറ്റലിലേക്ക് പോകുക. അപ്പോൾ 5 × 50 ഇവിടെ വരും. പിന്നെ ബാക്കി വരുന്ന 2 × 50 ഏക്കും പോവും, സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിലേക്കും പോവും. അവിടെ 250 ഇവിടെ വരും, 100 ഇവിടെ വരും. ഷെയർ അലോട്ട്മെൻറ്റിൻ്റെ എമൗണ്ട് എത്രയാണ്? ഇൻക്ലൂഡിങ് പ്രീമിയമാണ് പറഞ്ഞിട്ടുള്ളത്. 50 × 4 ഇവിടെ ഇൻക്ലൂഡിങ് പ്രീമിയമാണ് പറഞ്ഞിട്ടുള്ളത്. എത്രയായിരിക്കും വരിക? 200. തന്നെ എത്ര എമൗണ്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ആ എമൗണ്ട് നമ്മൾ ഇവിടെ എഴുതുക. എത്ര, അതായത് ഷെയർ ക്യാപിറ്റലിലേക്ക് കിട്ടിയിട്ടുള്ള എമൗണ്ട് എത്രയാണ്? 150. 150 ആണ് എന്തെങ്കിലും നമുക്ക് കിട്ടിയിട്ടുള്ളത്. എങ്ങനെയായിരിക്കും? 50 × 3, അതായത് അപ്ലിക്കേഷൻ്റെ 3. ഓക്കെ, അതാണ് 150. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് കേസ് വരുന്നത്. ഇതിന് രണ്ടാമത്തെ കേസ് ഒന്ന് നോക്കാം. രണ്ടാമത്തെ കേസ് വരുന്നത് if Mr. Raju failed to pay allotment money and on his subsequent failed to pay the first call, his share were forfeited. അപ്പോൾ എന്താണ്? അലോട്ട്മെൻറ്റ് മണി അടച്ചിട്ടില്ല, അതുപോലെ തന്നെ എന്താണ് ഫസ്റ്റ് കോളും അടച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എൻട്രി എങ്ങനെ വരും നമുക്ക് നോക്കാം. രണ്ടാമത്തെ കേസിലും വരുന്നത് ഇവിടെ എന്താണ്? പ്രീമിയത്തിൻ്റെ എമൗണ്ട് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ മുകളിൽ ചെയ്ത് അതുപോലെ തന്നെ എൻട്രി ഇവിടെയും വരുന്നത് അതിൽ ഫസ്റ്റ് കോൾ എന്നുള്ളത് മാത്രം അഡീഷണൽ ആയിട്ട് വരും. അപ്പോൾ എത്ര രൂപ വിളിച്ചിട്ടുണ്ടായിരിക്കും? അതായത് അപ്ലിക്കേഷൻ്റെ എമൗണ്ട് വിളിച്ചിട്ടുണ്ട്, അലോട്ട്മെൻറ്റ് അപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട്, അലോട്ട്മെൻറ്റ് വിളിച്ചിട്ടുണ്ട്, ഫസ്റ്റ് കോൾ വിളിച്ചിട്ടുണ്ട്. അപ്പം 4 3 7 7 3 10 10ൽ 2 രൂപ പ്രീമിയമാണ്. അപ്പോൾ 8 രൂപയായിരിക്കും ഇവിടെ വരിക. 8 × 50 ഇവിടെ 2 × 50. അപ്പോൾ 400 ഇവിടെ വരും, ഇവിടെ 100 വരും. ദെൻ അലോട്ട്മെൻറ്റ് നേരത്തെ സെയിം എമൗണ്ട് ആയിരിക്കും വരിക. അത്രയാണ് 4 × 50 ആയിരിക്കും വരിക. 4 × 50 അതായത് ഇൻക്ലൂഡിങ് പ്രീമിയം 200. അലോട്ട്മെൻറ്റ് കഴിഞ്ഞു. ഇത് നെക്സ്റ്റ് ഫസ്റ്റ് കോൾ എത്രയാണ്? 3 × 50 150. 3 × 50. ദെൻ ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിൽ എത്ര വരും? എത്ര രൂപയ്ക്കാണോ വിളിച്ചിട്ടുള്ളത് അത് വരും. അതായത് എമൗണ്ട് എത്രയാണോ കിട്ടിയിട്ടുള്ളത് അതാണ് വരിക. നമുക്കെന്താ അപ്ലിക്കേഷൻ എമൗണ്ട് മാത്രം കിട്ടിയിട്ടു. അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ 3 × 50 ആണ്. ഇതായിരിക്കും 150. അപ്പോൾ ഇത്രയേ ഉള്ളൂ രണ്ടാമത്തെ കേസ് വരുന്നത്. വളരെ എളുപ്പമാണ് സംഗതി. ദെൻ മൂന്നാമത്തെ കേസ് നോക്കാം. ഇഫ് മിസ്റ്റർ രാജു ഫെയിൽഡ് ടു പേ ദി ഫസ്റ്റ് കോൾ ആൻഡ് ഹി സബ്സീക്വൻറ്റ് ഫെയിൽഡ് ടു പേ ദി ഫൈനൽ കോൾ, ഹിസ് ഷെയർ വേർ ഫോർഫിറ്റഡ്. അപ്പോൾ ഇതാണ് പറഞ്ഞിട്ടുള്ളത്. ഇതൊന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ എൻട്രി എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ആ സെക്യൂരിറ്റി പ്രീമിയത്തിൻ്റെ ആവശ്യമില്ല. കാരണം എന്താ, നമുക്ക് പ്രീമിയത്തിൻ്റെ എമൗണ്ട് ഇവിടെ റിസീവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഷെയർ ക്യാപിറ്റൽ എത്രയാണ് കോൾഡ് അപ്പ് ചെയ്തത്? മൊത്തം വിളിച്ചിട്ടുണ്ട് 10 × 50. ഓക്കെ, 10 × 50 എന്ന് പറയുമ്പോൾ 500. ദെൻ ഷെയർ ഫസ്റ്റ് കോളിൻ്റെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമ്മൾ പറഞ്ഞിരുന്നത് എത്രയാണ്? 3 × 50 150. ദെൻ ഷെയർ ഫൈനൽ കോൾ എന്തായിരുന്നു? 2 × 50 അപ്പോൾ 100. ഫോർഫീറ്റ് ഏതൊക്കെ ഉണ്ടായിരിക്കും? ഇതിവിടെ എക്സ്ക്ലൂഡിങ് പ്രീമിയമാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് അപ്ലിക്കേഷൻ്റെ 3 രൂപയും അലോട്ട്മെൻറ്റിൻ്റെ 2 രൂപയും എക്സ്ക്ലൂഡിങ് പ്രീമിയമാണ് ഇൻറ്റു 50. അപ്പോൾ എന്താ 5 × 50 250. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൽ വരുന്നത്. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക, വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നുന്നില്ല. ഓക്കെ, മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു.